ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജോലി തടസ്സം നേരിടുന്നവർ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട 5 വചനങ്ങളെക്കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, അനേകർ പറയുന്നൊരു കാര്യമാണ്, അച്ഛാ ജോലി തടസ്സമാണ്, ഞാൻ ഉന്നത പഠനമൊക്കെ പൂർത്തിയാക്കി, പക്ഷേ എനിക്കിതുവരെ ഒരു ജോലി ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ളവർ ഈ വചനങ്ങളൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി എന്നിൽ നിറവേറട്ടെ. ഈ വചനം നിമിത്തം ജോലി തടസ്സങ്ങൾ നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഓരോ വചനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആദ്യത്തെ വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ വചനം അങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 4-ാം തിരുവചനം. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വചനമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട 4-ാമത്തെ തിരുവചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അടുത്ത വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ വചനങ്ങൾ എല്ലാ ദിവസവും ഉരുവിട്ടുക. ഈ വചനം നിന്നിൽ നിറവേറാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.